ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എവിൾനണ്ണായിട്ട് തന്നെയാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മാസ്ക് പീസസ് കംപ്ലീറ്റ് ആക്കണേ ഇതായിരുന്നു ഗൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗണ്ണ് അങ്ങനെ ഫൈനലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ഗണ്ണിന് വേണ്ടി നമ്മൾ കുറേ നടന്നു ഗൈസ്, പക്ഷേ കിട്ടിയിട്ടുണ്ടായില്ല. എന്തായാലും ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് എന്താണ്? ഓയിലാണ്. നമുക്ക് ഈ ഓയിൽ അവിടെ ഒഴിക്കണം ഗൈസ്. ഓക്കെ, എന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. ഓക്കെ, സോ അത് വർക്കായിട്ട് നമുക്ക് ഈ സ്വിച്ച് ഞെക്കണം. ഓക്കെ, സ്വിച്ച് ആക്കിയിട്ടുണ്ട് ഗൈസ്. 20 സെക്കൻഡ് കഴിയുമ്പോൾ സെറ്റ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഒരു മാസ്ക് പീസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇത് രണ്ടാമത്തെ മാസ്ക് പീസും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അത് ആ എലിയുടെ കയ്യിലാണ് ഗൈസ്. ആ എലീനെ നമുക്ക് പിടിക്കണം ഗൈസ്. ഫസ്റ്റത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ സാത്താനിക് റിച്വലും ആയിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കതിപ്പോൾ സെറ്റ് ആക്കണം. ഓക്കെ ഗൈസ്, സംഭവം സെറ്റായിട്ടുണ്ട്. അവിടെ ഗണ്ണ് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പോയി എടുക്കാം ഗൈസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഗണ്ണ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാലോ, അടുക്കളയിലാണ് നമ്മുടെ എലി ഉള്ളത് ഗൈസ്. പിന്നെ വേറൊരു കാര്യം, അടുക്കളയുടെ അപ്പുറത്താണ് നമ്മുടെ അമ്മച്ചി ഉള്ളത്. നമ്മളവിടെ ആ മീൻ കൊണ്ടുവന്നിട്ടിട്ട് അമ്മച്ചി അവിടെ നിൽക്കുവാണല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ ഗൈസ്. എലി എവിടെ ഗൈസ്? എലി അങ്ങോട്ട് പോയി ഗൈസ്. ദേ പോണു പിടിക്ക് ഗൈസ്. എലി ദേ ഗൈസ്, അമ്മച്ചി. ഓ ഗൈസ്, അമ്മച്ചി അവിടെ ഇപ്പം ഉണ്ട് ഗൈസ്. ആ മീൻ അമ്മച്ചി തട്ടി അവിടെ വരെ കൊണ്ടുവന്നു ഗൈസ്. അതാണ് കുഴപ്പം ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയോ? ഓ, കാണാനില്ല ഗൈസ്. അമ്മച്ചി നമ്മളെ കാണുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എലിയിൽ എങ്ങനെയും പിടിക്കണം. അതിൻ്റെ വായലാണ് എവിടെങ്ങാണ്ടൊക്കെ ഇതിപ്പുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ മാസ്ക് പീസസ് ഗൈസ്. എലി എവിടെ? എലി എങ്ങോട്ടാ പോയേ ഗൈസ്? എലീനെ കാണാനില്ല. ഓ ഗൈസ്, എലി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ദേ പോണു. എനിക്ക് വെടിവയ്ക്കാൻ പറ്റുള്ളല്ലോ ഗൈസ്. ഓക്കെ, ഓ ഗൈസ്. അമ്മച്ചാല് നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അമ്മച്ചി നമ്മളെ കാണുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ട് ഗൈസ്. അയ്യോ, പെട്ട് അമ്മച്ചി വരുന്നുണ്ട്. ദേ വരുന്നു. ഓടി തള്ളിക്കോ ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ആ മീൻ അവിടെ ഇടുന്നതിന് സേഫ് അല്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, അമ്മച്ചി വരുന്നുണ്ടോ ഗൈസ്? അമ്മച്ചിനെ കാണാനില്ല. അമ്മച്ചി അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. നമ്മളിനി എങ്ങനെയാണ് ഗൈസ് എലീനെ പിടിക്കുക? ഒരു മാസ്ക് പീസാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ മാസ്ക് പീസാണ് എലിയുടെ കയ്യിലിരിക്കണേ. നമുക്കതെങ്ങനെയും കണ്ടുപിടിക്കണം എന്നല്ല, അത് നമുക്ക് എലിയുടെ കയ്യിൽ നിന്ന് മേടിക്കണം ഗൈസ്. ഓക്കെ, എലി ഇങ്ങോട്ട് വരുമോ നോക്കാം. ഇങ്ങോട്ട് വരുവാണെങ്കിൽ കൊടുത്തിടാം ഗൈസ്. അങ്ങോട്ട് പോകാൻ എനിക്കിപ്പോൾ ചെറിയൊരു ഭയമുണ്ട് ഗൈസ്. കാരണം അമ്മച്ചി നമ്മളെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമ്മളവിടെ ഇന്നപ്പോൾ അമ്മച്ചി നമ്മളെ കണ്ട്. ഓ ഗൈസ്, നമ്മൾ അത്യാവശ്യം പെട്ടു എന്നാണ് എനിക്ക് തോന്നണേ. എങ്ങനെയാ എലീനെ നമ്മൾക്ക് പിടിക്കണോ? ഓക്കെ, ഓ ഗൈസ് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ആ മാസ്ക് പീസസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റേ ഹൈഡ്രജൻ ബലൂൺ, ആ ബലൂൺ എസ്കേപ്പ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, എലി എവിടെ? എലിനെ കാണാനില്ലല്ലോ. ഈ എലി കളിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എലി എവിടെയാണ് ഗൈസ്? ഓക്കെ, എലിനെ കാണാനില്ല ഗൈസ്. എനിക്ക് അങ്ങോട്ട് പോകാൻ ചെറിയൊരു ഭയമുണ്ട് ഗൈസ്. അമ്മച്ചി വന്നു കഴിഞ്ഞാൽ തീർന്ന്. ദേ ഗൈസ്, എലി അങ്ങോട്ട് പോയിട്ടുണ്ട്. എലീനെ എങ്ങനെയും പിടിക്കണം ഗൈസ് നമുക്ക്. ദേ പോണു വെടിക്ക്. വെടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഗൈസ്, എലി എവിടെ ഗൈസ്? എലി എങ്ങോട്ടാണ് പോയത്? ദേ പോണു. ഗൈസ്, ഓടി എടുക്കണം പുള്ളിക്കാരൻ. അമ്മച്ചാല് നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, ഇതാണെന്നാണ് എലിയുടെ മാളം. പക്ഷെ നമുക്ക് അങ്ങോട്ട് വെടിവയ്ക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. ദേ പോണു എലി. ഈ എലി ചുമ്മാ നമ്മളെ കളിപ്പിക്കുകയാണ്. ഇവനെ ഞാൻ എങ്ങനെയെങ്കിലും പിടിക്കണം ഗൈസ്. ഞാൻ എന്തായാലും ഇവനെ പിടിക്കും. ഈ എലീനെ ഞാൻ പിടിക്കും ഗൈസ്. ഓക്കെ, അമ്മച്ചി അപ്പുറം ഉള്ളതാണ് എൻ്റെ ഏറ്റവും ഭയം. ഓ ദേ പോണു. പിടിക്ക്. അത് കൊണ്ടില്ല ഗൈസ്. അയ്യോ ഗൈസ്, അമ്മച്ചി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. അമ്മച്ചി നമ്മളെ കാണും, അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. എലി വരട്ടെ. എവിടെയാണ് എലി ഗൈസ്? നീ കണ്ടോ അമ്മച്ചാല് നടക്കുന്നുണ്ടോ? ഓ ഗൈസ്, അമ്മച്ചി ആ മീൻ അവിടെ നിന്ന് തട്ടി അവിടം വരെ കൊണ്ടുപോയി ഗൈസ്. അതാണ് കുഴപ്പം വന്നത്. ഓ ദേ പോണു ഗൈസ്. എലി അങ്ങോട്ട് പോയിട്ടുണ്ട്. ദേ പോണു. വെടിക്കാൻ പറ്റുള്ള ഗൈസ്.
അയ്യോ ഗൈസ് അമ്മച്ചി നമ്മളെ കാണാണ്ട് നമ്മൾ നോക്കണം. അത് ഇച്ചിരി സീനാണ് ഗൈസ്. ഓക്കെ അമ്മച്ചി എവിടെ? പേടിച്ചു പോയി ഞാൻ. എലി വന്നപ്പോൾ പേടിച്ചു പോയി ഗൈസ്. ഞാൻ വെച്ചു അമ്മച്ചി ആയിരിക്കുന്നു ഗൈസ്. ദേ പോണ എലി. പിടിക്ക് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ എലിനെ പിടിച്ചു. കുറേ നേരിട്ട് എന്നെ കളിപ്പിച്ചാണ് അവൻ. അങ്ങനെ രണ്ടാമത്തെ മാസ്ക് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എലീനെ നമ്മൾ ഫൈനലി പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാസ്ക് പീസും അങ്ങനെ കിട്ടി. അടുക്കളയിലേക്ക് പോകുന്നത് കുറച്ച് സീനാണ് ഗൈസ്. അവിടെ അമ്മച്ചുണ്ട്. ഓക്കെ വാതിലടി. ഓക്കെ വുഡ് വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണം ഗൈസ്. കാരണം അമ്മച്ചി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. ഓക്കെ നമുക്കങ്ങനെ രണ്ടാമത്തെ മാസ്ക് പീസസും കൂടെ അങ്ങനെ കിട്ടിയേക്കാണ് ഗൈസ്. ഓക്കെ ഇനി നമുക്ക് ഇപ്പം തന്നെ ഈ ഗ്രീൽ ഇവിടെ നിന്ന് കാണാണ്ടാവും. ഇനി ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് വേണം അടുത്ത ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും എങ്ങനെയും മാസ്ക് പീസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ അങ്ങനെ 2 മാസ്ക് പീസസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി 4 മാസ്ക് പീസും കൂടിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. അമ്മച്ചി മേളിൽ തന്നെയാണ് ഗൈസ്. ഓക്കെ ആ ഗ്രിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഗ്രില്ല് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാലേ അതിന് കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ ഗൈസ് എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഗ്രില് മിക്കവാറും ഇവിടേക്കാണ് ഗൈസ് ഉണ്ടാവാറ്. ഓക്കെ ഗ്രില് ഇവിടേക്കാണ് ഉണ്ടാവാറ്. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ പോയി നോക്കേണ്ടി വരും. അടുക്കളയിലാണെങ്കിൽ കുറച്ച് സീനാണ്. അമ്മച്ചി അവിടെ ഉണ്ട്. ഓക്കെ നമുക്കെങ്ങനെയും ആ ഗ്രില് കണ്ടുപിടിക്കണം. ഗ്രില് ഇവിടേക്കാണ് മിക്കവാറും ഉണ്ടാവാറ് ഗൈസ്. ഓക്കെ ഗ്രില് കാണാനില്ലല്ലോ ഗൈസ്. ഓക്കെ ഗൈസ് ഗ്രില് കാണാനില്ല ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ക്ലാസ് റൂമിൽ പോയി നോക്കിയാലോ? ക്ലാസ് റൂമിൽ മിക്കവാറും ചിലപ്പോൾ ഗ്രിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്ലാസ് റൂമിൽ പോയി നോക്കാം ഗൈസ്. ഓക്കെ ക്ലാസ് റൂമിൽ കയറിക്കോ. ക്ലാസ് റൂമിലില്ലല്ലോ. അല്ല ഇത് ലൈബ്രറിയാണ് ഗൈസ്. ഓക്കെ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. ക്ലാസ് റൂമിലില്ല ഗൈസ്. ക്ലാസ് റൂമിലാകെ ബബിൾക്ക് മാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രിൽ എവിടെയായിരിക്കും ഗൈസ്? എനിക്ക് തോന്നുന്നു മിക്കവാറും അടുക്കളയിലാവാനാണ് ചാൻസ് കൂടുതലും. കാരണം നമ്മുടെ എന്ത് സാധനം കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കാണുന്നത് അത് അടുക്കളയിൽ തന്നെയായിരിക്കും. പക്ഷെ അടുക്കളയിൽ അമ്മച്ചി ഉണ്ട് ഗൈസ്. അതാണ് ഒരു പേടി. ഓക്കെ നമുക്കെന്തായാലും നോക്കാം. അമ്മച്ചി വരാതെ നമുക്ക് സെറ്റാക്കി എടുക്കാം ഗൈസ്. ഓക്കെ നമുക്കിനി ഗ്രിൽ എന്തായാലും മേളിലാവാനാണ് ചാൻസ് കൂടുതലും. ഓക്കെ നമുക്കെന്തായാലും പോയി നോക്കാം. അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചി ഇവിടെ ഇല്ല ഗൈസ്. അമ്മച്ചി അപ്പുറയാണ്. ഓക്കെ ഗൈസ് ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് ഇവിടെ അടുക്കളയിൽ ദേ ഇരിക്കണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല അടുക്കളയിൽ ഗ്രിൽ ഉണ്ടാവുമെന്ന്. അമ്മച്ചി ഭാര്യത്തിന് നമ്മളെ കണ്ടിട്ടില്ല. നമുക്കെന്തായാലും ഇത് കൊണ്ടുവയ്ക്കണം ഗൈസ്. ഇനി അടുത്ത എന്ത് ആണ് നമുക്ക് തരാൻ പോകണമെന്ന് ഒരു പിടിയില്ല ഗൈസ്. മറ്റേ സാത്താനിക് റിച്വൽ അത്യാവശ്യം പാടുള്ളൊരു സംഭവമായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പിന്നെ എലീനെ പിടിക്കുന്നത് കുറച്ച് സീനാണ് ഗൈസ്. ഓക്കെ എലീനെ നമ്മൾ പിടിച്ച് അതിൻ്റെ മിഷന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മിഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. ഇതെന്താണ് ഇതെന്താണ്? ഓ ഗൈസ് മറ്റേ മിനി ഗെയിമാണ്. മിനി ഗെയിം റൂം. ഓ ഗൈസ്